ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 7ാം ക്ലാസ്സിലെ കേരള പാഠാവലി മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇതിനോടനുബന്ധിച്ച് 2 മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഓൺലൈൻ ക്ലാസ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും നിങ്ങളുടെ 7ാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒരു ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ 15 മിനിറ്റ് കൂൾ ഓഫ് ടൈം ഉണ്ട്. ഈ സമയത്ത് നമ്മൾ ചോദ്യങ്ങൾ വായിക്കാനായിട്ട് പ്രയോജനപ്പെടുത്തുക. നമുക്കറിയാവുന്ന ചോദ്യങ്ങൾ ഏതൊക്കെയാണ്, അതിൻ്റെ ഉത്തരങ്ങളൊക്കെ നമുക്കറിയോ, ഏതാണ് ഓപ്ഷനായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നത് എന്നതൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കി വെക്കുക. പ്രവർത്തനം ഒന്ന് വായിക്കാം എഴുതാമാണ്, അതെല്ലാവർക്കും അറിയാം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മളൊരു പദ്യഭാഗമായിരുന്നു. അപ്പോൾ ഈ പ്രാവശ്യം ഒരു ഗദ്യഭാഗമാണ്. ഒരു ഗദ്യഭാഗമാകുമ്പോൾ നമുക്ക് വളരെ പ്രയാസമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് വായിക്കുന്നതിനോടൊപ്പം തന്നെ അതിൻ്റെ ആൻസറും നമുക്ക് മനസ്സിലാവും അല്ലേ. ആദ്യം നമ്മുടെ ആൻസറൊക്കെ ക്വസ്റ്റ്യൻസൊക്കെ ഒന്ന് നോക്കി വെക്കുക. അപ്പോൾ നമുക്കിത് വായിക്കുമ്പോൾ നമ്മുടെ ആൻസർ തനിയെ നമുക്ക് മനസ്സിലേക്ക് വരും. അപ്പോൾ ഭൂമിയിലെ ഏറ്റവും വലിയ ആവാസ വ്യവസ്ഥ എന്നറിയപ്പെടുന്നത് ഏത് എന്നാണ് ആദ്യത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്നത്. പിന്നെ മൂന്നാമത്തെ ചോദ്യം വനശോഷണത്തെക്കുറിച്ചുള്ള അവബോധം ലോക ജനതയെ ഓർമ്മപ്പെടുത്താൻ ആചരിക്കുന്നത്. നാലാമത്തേത് ലോകത്തെ ഏറ്റവും കൂടുതൽ വനഭൂമിയുള്ള രാജ്യം. അഞ്ചാമത്തെ ചോദ്യം ലോക വനദിനമായി ആചരിക്കുന്നത് ഏത് ദിവസമാണ്. ഇങ്ങനെ 5 ചോദ്യങ്ങളാണ് നമുക്ക് ഉള്ളത്. അപ്പോൾ 5 ചോദ്യങ്ങൾ ആദ്യം വായിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിത് വായിക്കുമ്പോൾ നമുക്ക് വേഗം തന്നെ ഉത്തരം പെട്ടെന്ന് തന്നെ മനസ്സിലേക്ക് വരും. അപ്പോൾ നമുക്കിതൊന്ന് വായിച്ച് നോക്കാം. ഒരുപാട് സസ്യജന്തു വർഗ്ഗങ്ങൾ പരസ്പരാശ്രയത്തോടെ കഴിയുന്നതും ഇവയുടെ എല്ലാം നിലനിൽപ്പിന് അനുകൂല സാഹചര്യമുള്ളതുമായ ഭൂമിയുടെ ഏറ്റവും വലിയ ആവാസ വ്യവസ്ഥയാണ് വനങ്ങൾ. ജൈവ വൈവിധ്യത്തിൻ്റെ കലവറകളായ വനങ്ങൾ സംരക്ഷിക്കേണ്ടത് നമ്മുടെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമാണ് അല്ലേ. അപ്പോൾ നമ്മൾ ആദ്യത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം നമുക്കിപ്പം കിട്ടി. ഭൂമിയിലെ ഏറ്റവും വലിയ ആവാസ വ്യവസ്ഥ എന്നറിയപ്പെടുന്ന ആരാണ്? വനങ്ങളാണ്. അതേപോലെ ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്നത് ഏതാണെന്നുള്ള ചോദ്യമാണ് ഇനി അടുത്തത് അല്ലേ. ജൈവ വൈവിധ്യ കലവറ വനങ്ങൾ സംരക്ഷിക്കേണ്ടത് നമ്മുടെ അത്യന്താപേക്ഷിതമാണ്. കാലാവസ്ഥ വ്യതിയാനം തടയുന്നതിലും വനങ്ങൾക്ക് വലിയ പങ്കുകളാണുള്ളത്. പ്രകൃതിയുടെ ഓക്സിജൻ സിലിണ്ടറുകളായ മഴക്കാടുകളെ ഭൂമിയുടെ ശ്വാസകോശം എന്ന് വിളിക്കാറുണ്ട്. അപ്പോൾ ഭൂമിയുടെ ശ്വാസകോശം എന്ന് പറയുന്നത് എന്താണ്? മഴക്കാടുകളാണ്. വനങ്ങൾ വൻതോതിൽ നശിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. 50 വർഷം ഭൂമിയിലുണ്ടായിരുന്നതിൻ്റെ പകുതിയോളം കാടുകൾ പോലും ഇന്ന് ലോകത്ത് അവശേഷിക്കുന്നില്ല. വനശോഷണത്തെക്കുറിച്ചുള്ള അവബോധം ലോക ജനതയെ ഓർമ്മപ്പെടുത്താനാണ് വനദിനം ആചരിക്കാൻ ഐക്യരാഷ്ട്ര തീരുമാനിച്ചത്. ഒരു ചോദ്യമാണ്. 2012 നവംബറിൽ ചേർന്ന യോഗത്തിൽ മാർച്ച് 21 ലോക വനദിനമായി കൊണ്ടാടാൻ ഐക്യരാഷ്ട്ര സഭ തീരുമാനിച്ചു. ഇതൊരു ചോദ്യമാണ്. അപ്പോൾ നമ്മൾ ആദ്യം ചോദ്യം വായിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പാസേജ് വായിക്കുമ്പം തന്നെ ഉത്തരം മനസ്സിലേക്ക് വരും. അപ്പം മാർച്ച് 21 ലോക വനദിനമാണ്. ഒരു രാജ്യത്തിൻ്റെ 1/3 ഭൂപ്രദേശം വനഭൂമിയാകണമെന്നാണ് ശാസ്ത്രീയ കണക്ക്. എന്നാൽ ഇത് പല രാജ്യങ്ങളിലും പരിപാലിക്കപ്പെടുന്നില്ല. ലോകത്ത് ഏറ്റവും കൂടുതൽ വനഭൂമിയുള്ള രാജ്യം, അതും ചോദ്യമാണ്, റഷ്യയാണ്. വനങ്ങളെ അവയുടെ വൃക്ഷ സാന്നിധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ തരംതിരിക്കാറുണ്ട്. 70% കൂടുതൽ വൃക്ഷങ്ങൾ നിറഞ്ഞതാണ് നിമിഡവനം. ഇത്രയാണ്. അപ്പോൾ നമുക്ക് ചോദ്യത്തിൻ്റെ ഉത്തരം ഇപ്പം തന്നെ വേഗം കിട്ടി. നമ്മൾ തപ്പി തടങ്ങേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലേ. ഭൂമിയിലെ ഏറ്റവും വലിയ ആവാസ വ്യവസ്ഥ എന്നറിയപ്പെടുന്നത് എന്താണ്? വനങ്ങളാണ്. ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്നത് എന്താണ്? മഴക്കാടുകളാണ്. വനശോഷണത്തെക്കുറിച്ച് അവബോധം ലോക ജനതയെ ഓർമ്മപ്പെടുത്താൻ ആചരിക്കുന്ന പരിസ്ഥിതി ദിനമാണോ, ഭൗമദിനമാണോ, വനദിനമാണോ, ജലദിനമാണോ? നമ്മൾ ശരി ഉത്തരം നമ്മൾ വായിച്ചു കഴിഞ്ഞല്ലേ. വനദിനമാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ വനഭൂമിയുള്ള രാജ്യം എന്താണ്? കാനഡയാണോ ചൈനയാണോ? ഇതിൽ ഇനിയും ഓപ്ഷൻസ് ഉണ്ട്, അത് കൊടുത്തിട്ടില്ല. 2 ഓപ്ഷൻ. നമ്മൾ ശരിയായ ഉത്തരം റഷ്യയാണ്. ഓക്കെ, റഷ്യ. ലോക വനദിനമായി ആചരിക്കുന്ന എന്ന് മാർച്ച് 21. ഓക്കെ, ഇനി നമുക്ക് ഒരു സ്വന്തം അനുഭവം എഴുതാനാണ്. എത്ര വാഴ്ത്തിയാലും മതിയാവാത്ത ഒരു വിസ്മയ ദൃശ്യമാണത്. മൂന്നാറിലെ മലനിരകൾ മുഴുവൻ ഒരു പൂങ്കടൽ. കാറ്റ് വീശുമ്പോൾ തിരയിളച്ചിളകുന്ന പോലെ അവ ഒന്നിച്ച് നൃത്തം വയ്ക്കുന്നു. ഭൂമിക്ക് വേണ്ടി ഒരു ലാവണ്യ ദൃശ്യോത്സവം. ഇതുപോലെ വിസ്മയിപ്പിക്കുന്ന മറക്കാനാവാത്ത കാഴ്ചകൾ നിങ്ങളും കണ്ടിട്ടുണ്ടാവില്ലേ. നിങ്ങൾ കണ്ട കാഴ്ചയെക്കുറിച്ച് ഒരു വിവരണം പങ്കുവയ്ക്കുക. അപ്പം നമ്മൾ കണ്ട കാഴ്ച, നമ്മൾ പോയ യാത്രകൾ, ഇങ്ങനെ എന്തെങ്കിലും നമ്മുടെ സ്വന്തം അനുഭവത്തിൽ നിന്ന് ഉണ്ടായത് എന്തെങ്കിലും എഴുതാനും സാധാരണയായിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് പഠിച്ചൊക്കെ നമുക്ക് കാഴ്ചയുടെ മോഡൽ നോക്കാം. അതിനു മുമ്പ് ഒരു ചോദ്യമുണ്ട്, ബി ചോദ്യം, ഉപചോദ്യം. ഇനി ഒരു 12 ആണ്ട് കാലം കഴിയണം, അതുവരെ നീണ്ട തപസ്സിലാണ്. ഇവിടെ
സൂചിപ്പിക്കുന്ന എന്തിനെ കുറിച്ചാണ്? ദേശാടന പക്ഷികൾ, മാമാങ്കം, കുറിഞ്ഞിച്ചെടികൾ, ആറ്റുവഞ്ചികൾ എന്തിനെ കുറിച്ചാണ്? കുറിഞ്ഞിച്ചെടികളെ കുറിച്ചാണല്ലേ. 12 ആണ്ടുകളിലെന്ന് പറഞ്ഞാൽ 12 വർഷത്തിൽ പൂക്കുന്നത് എന്താണ്? നീലക്കുറിഞ്ഞി പൂക്കൾ. അപ്പോൾ കുറിഞ്ഞിച്ചെടികൾ എന്നെല്ലാം. അപ്പോൾ നമുക്ക് എന്തെങ്കിലും നമ്മുടെ ഒരു അനുഭവം നമ്മൾ എഴുതേണ്ടതായിട്ട് ചിലപ്പോൾ ചോദ്യം വരാറുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു മാതൃക നോക്കുക. വീടിൻ്റെ പിന്നിലായി മനോഹരമായ കുന്നുണ്ട്. നെല്ലിക്കുന്ന് എന്നാണ് ഈ കുന്നിൻ്റെ പേര്. ഇന്ന് ഞാൻ അവിടെ പോയി. കുന്നിൻ മുകളിൽ കയറിയ താഴെ പച്ച പുതച്ച നെൽപ്പാടങ്ങൾ കാണാം. വെള്ളക്കൊലുസ് പോലെ പുഴയൊഴുകുന്ന മനോഹര കാഴ്ച ഞാൻ ആദ്യമായാണ് കാണുന്നത്. കുന്നിമുകളിലായി ചെറിയ ചെറിയ പൊന്തക്കാടുകളുണ്ട്. അവിടെ ഞാനൊരു കിളിക്കൂട് കണ്ടു. കൂട്ടിൽ കിളിക്കുഞ്ഞുങ്ങൾ ഉറക്കമായിരുന്നു. ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ധാരാളം പൂക്കളും ആ കുന്നിപ്പുറത്തുണ്ട്. കാറ്റിന് പോലും ഒരു സുഗന്ധമുള്ളതുപോലെ എനിക്ക് തോന്നി. ഇലഞ്ഞിപ്പൂവിൻ്റെയും പാലപ്പൂവിൻ്റെയും മണമെല്ലാം ഞാൻ ആസ്വദിച്ചു. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് എന്താണ്? ഒരു നോട്ടീസ് തയ്യാറാക്കാനാണ്. വിദ്യാരംഗം കലാസാഹിത്യ വേദിയുടെ ആഭിമുഖ്യത്തിൽ ഒരു ഹ്രസ്വചിത്ര പ്രദർശനം സംഘടിപ്പിക്കുന്നു. ഇതിൻ്റെ പ്രചാരണത്തിനായിട്ട് നോട്ടീസ് തയ്യാറാക്കാനാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ നോട്ടീസ് തയ്യാറാക്കുമ്പോൾ ഒരു ബോക്സിൻ്റെ ഉള്ളിലൊക്കെ നമ്മൾ കൊടുക്കണം. ഇവിടെ നോട്ടീസ് എഴുതിയിട്ട് ഒരു സ്പേസ് ഉണ്ട് കേട്ടോ. നോട്ടീസ് കഴിഞ്ഞിട്ട് അടുത്തതിനാണ് ഗവൺമെൻറ് UP സ്കൂൾ മേത്തോട്ട് താഴെന്ന് എഴുതേണ്ടത്. അപ്പോൾ അതൊക്കെ കുറച്ചൊന്ന് കട്ടിയിലൊക്കെ കൊടുക്കുക. പെന്നുകൊണ്ട് തന്നെ ഒന്നുകൂടി അതിന് മേലെ കൂടെ എഴുതിയിട്ട് അതൊക്കെ ഒന്ന് നല്ല അടിപൊളിയാക്കുക. മാന്യരെ, വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ നേതൃത്വത്തിൽ 2025 ജനുവരി 18 മേത്തോട്ട് താഴം ഗവൺമെൻറ് UP സ്കൂളിൽ വൈകുന്നേരം 5 മണി മുതൽ 6 വരെ നവലോകം എന്ന ഹ്രസ്വചിത്രം പ്രദർശിപ്പിക്കുന്നു. ജോസഫ് C രചനയും രതീഷ് മോഹൻ സംവിധാനവും നിർവഹിക്കുന്ന ഹ്രസ്വചിത്രത്തിൻ്റെ പ്രദർശനത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. വിശ്വസ്തയോടെ പ്രോഗ്രാം കൺവീനർ, സ്ഥലം മേത്തോട്ട് താഴം, തീയതി 10/1/2025. ഇനി നമുക്ക് ഉപചോദ്യങ്ങൾ നമുക്കുണ്ട്. എല്ലാ ആക്ടിവിറ്റിൻ്റെയും കൂടെ ഒരു ഉപചോദ്യം ഉണ്ടാവും അല്ലേ. അതിലൊരു മാർക്കാണ്, ആക്ടിവിറ്റിക്ക് 4 മാർക്കാണ്. അങ്ങനെയാണ് നമ്മുടെ ചോദ്യത്തിൻ്റെ മാതൃക വരുന്നത്. അപ്പോൾ ചിന്നമുണ്ടി എന്ന കൃതിയുടെ രചയിതാവ് അംബിക സുധൻ മാങ്ങാടാണ്. അതേപോലെ പുറത്തിറങ്ങിയ എന്ന പദം പിരിച്ചെഴുതുന്നത് എങ്ങനെ? പുറത്ത് പ്ലസ് ഇറങ്ങിയ. ഓക്കെ, പുറത്ത് പ്ലസ് ഇറങ്ങിയാണ് നമ്മൾ പുറത്തിറങ്ങിയ എന്നാക്കി മാറ്റുന്നത്. ഇനി അടുത്ത ചോദ്യം നോക്കാം. കിളി അയാളോട് സംസാരിക്കുന്നു. കിളി അയാളോട് സംസാരിക്കുന്നു എന്നത് ആരുടെ രചനയാണ്? ആരാണത് രചിച്ചത്? PK പാറക്കടവിൻ്റെ രചനയാണത്. ആരുടേതാണ്? PK പാറക്കടവിൻ്റെ രചനയാണ്. ഇനി നമുക്ക് ആ ഭാഗവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം നോക്കാം. ആധുനിക സാങ്കേതിക വിദ്യയോട് മുഖം തിരിഞ്ഞു നിൽക്കുന്ന വ്യക്തിയാണ് ഈ കഥയിലെ നായകൻ. ഈ പ്രസ്താവനയോടുള്ള നിങ്ങളുടെ പ്രതികരണം ചർച്ച ചെയ്ത് കുറിപ്പ് എഴുതാനാണ്. മൊബൈൽ ഫോണിലുമെല്ലാം തങ്ങളുടേതായ ലോകം തീർക്കുമ്പോൾ ഒറ്റയ്ക്കായി പോകുന്ന ഒരാളെയാണ് കിളി അയാളോട് സംസാരിക്കുന്നു എന്ന കഥയിൽ കാണാൻ കഴിയുന്നത്. ആധുനിക സാങ്കേതിക വിദ്യയോട് മുഖം തിരിഞ്ഞു നിൽക്കുന്ന വ്യക്തിയാണ് കിളി അയാളോട് സംസാരിക്കുന്നു എന്ന കഥയിലെ നായകൻ എന്ന പ്രസ്താവനയോട് യോജിക്കാൻ കഴിയില്ല. കാരണം എന്താണ്? TV, കമ്പ്യൂട്ടർ, മൊബൈൽ ഫോൺ എന്നിവയെല്ലാം അയാളുടെ വീട്ടിലുണ്ട്. ഇവയെല്ലാം കുടുംബാംഗങ്ങൾക്ക് വാങ്ങി നൽകിയതും അയാൾ തന്നെയാണ്. അവ ഉപയോഗിക്കുന്നതിനോട് കഥാനായകന് എതിർപ്പുള്ളതായും കഥയിൽ സൂചനകളില്ല. പുതിയ കാലത്ത് ഇത്തരം മാധ്യമങ്ങളിൽ നിന്ന് വിട്ടെടുക്കാനാവില്ലെന്ന് അറിയാവുന്നത് കൊണ്ടാവാം കുടുംബാംഗങ്ങളെയൊന്നും അവ ഉപയോഗിക്കുന്നതിൽ നിന്നും അദ്ദേഹം തടയുന്നില്ല. എന്നാൽ അവയുടെ ഉപയോഗത്തിൽ ചില പരിധികൾ നിശ്ചയിക്കേണ്ടത് അത് ഉപയോഗിക്കുന്നവർ തന്നെയാണ് എന്ന ബോധ്യം കുടുംബാംഗങ്ങൾക്ക് ഇല്ലാത്തത് കൊണ്ടാണ് താൻ ഒറ്റപ്പെട്ടതായി കഥാനായകനോ തോന്നുന്നത്. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. വിശകലനം ചെയ്യാം. വിശകലനക്കുറിപ്പ് തയ്യാറാക്കാനാണ്. എന്നുമീ യാത്ര എന്ന കവിതയിൽ കവി ജീവിതയാത്രയെ എങ്ങനെയെല്ലാമാണ് അവതരിപ്പിച്ചിരിക്കുന്നത്? കാവ്യഭാഗം വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാനാണ്. അപ്പോൾ നമുക്കറിയാം എന്നുമീ യാത്ര ആരുടെ രചനയാണ്? ONV കുറുപ്പിൻ്റെ രചനയാണ്. ONV കുറുപ്പിൻ്റെ എന്നുമീ യാത്ര എന്ന കവിത ജീവിതയാത്രയെക്കുറിച്ചാണ് അല്ലേ. ജീവിതത്തിൻ്റെ യാത്രയെക്കുറിച്ചാണ് അദ്ദേഹം അതിൽ പറയുന്നത്. ഭൂമിയിലെ ജീവിതം തുടർച്ചയാണ്. ഭൂമിയുടെ ജീവിതം എന്താണ്?
അവസാനിക്കുന്നുണ്ടോ? ഇല്ല, അതിങ്ങനെ തുടർച്ചയാണ്. കടന്നു പോയവർക്ക് പകരം അടുത്ത തലമുറ യാത്ര ചെയ്യുന്നു. അപ്പോൾ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് പകരം നമ്മുടെ അടുത്ത തലമുറ വരുന്നു. അപ്പം കടന്നു പോയവർക്ക് പകരം അടുത്ത തലമുറ യാത്ര തുടരുന്നു. ഇന്നലെയുള്ളവർ പോയി മറഞ്ഞെങ്കിലും അവർ നേടിത്തന്നതെല്ലാം നമ്മോടൊപ്പം ഉണ്ട് എന്ന് കവി പറയുന്നു. ആദിയും അന്തവും ഇല്ലാത്ത യാത്രയാണിത്. എന്താണ് ആദിയും അന്തവും? അന്തം എന്ന് പറഞ്ഞാൽ അവസാനം. ആദിയും അന്തവും ഇല്ലാത്ത യാത്രയാണിത്. യാത്രക്കിടയിൽ ഉള്ളിൽ കവിതയും ഭാവനയും മറ്റും നിറയും. ഭൂതകാലവും വർത്തമാനകാലവും ഭാവി കാലവും കവിയാകുന്ന ബിന്ദുവിൽ ഒന്നു ചേരുന്നു. ആ നിത്യനിർമ്മലമായ ബിന്ദുവാണ് ആഹ്ലാദം നൽകുന്നത്. കാലത്തിൻ്റെ കടലിൽ മുങ്ങിയും താന്നും നീന്തുമ്പോൾ കാലമെന്ന മഹാമിഥ്യയെ തോൽപ്പിച്ച് കാണാത്ത തീരങ്ങൾ മുന്നിൽ കാണാൻ കവിക്ക് കഴിയുന്നു. കവികൾക്ക് ഭാവനയിലൂടെ മാത്രം കാണാൻ കഴിയുന്ന ഇത്തരം തീരങ്ങൾ കാണാനായി പ്രിയപ്പെട്ട സ്വപ്നഭൂമിയിലൂടെയുള്ള യാത്ര കവി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെയും ഇന്നും നാളെയും അത് തുടരും. വ്യക്തികൾ മാറിയാലും യാത്രയ്ക്ക് അവസാനമില്ല എന്നതാണ് എന്നും ഈ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ആദിയും അന്തവും ഇല്ലാത്ത യാത്ര. ഇനി നമുക്ക് ഒരു ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാനാണ്. ചിത്രശലഭങ്ങൾ എന്ന കവിത അറിയാലോ, ആരെഴുതിയതാണ്? എസ് ജോസഫ് എഴുതിയതാണ്. രണ്ട് കൈയിലും ചിത്രങ്ങൾ പിടിച്ചു പറന്നു നടക്കുന്ന ചിത്രകാരന്മാരും ചിത്രകാരികളുമാണ് ചിത്രശലഭങ്ങൾ. ചിത്രശലഭങ്ങൾ എന്ന കവിതയ്ക്ക് ഒരു ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുക. രണ്ട് കൈകളിലും ചിത്രങ്ങൾ പിടിച്ച് നടക്കുന്ന ചിത്രകാരന്മാരും ചിത്രകാരികളും. ചിത്രശലഭങ്ങളെക്കുറിച്ച് മനോഹരമായി എസ് ജോസഫ് ആവിഷ്കരിക്കുന്നു. പുഴുവിൽ നിന്ന് പൂമ്പാറ്റയിലേക്കുള്ള യാത്രയാണ് ചിത്രശലഭത്തിൻ്റെ ജീവിതം. അപ്പം ചിത്രശലഭം ജനിക്കുന്ന എന്താണ്? പുഴുവായിട്ടാണ്. പിന്നീട് അത് നല്ല വർണ്ണവൈവിധ്യമാകുന്ന ചിറകുകളേന്തി പൂമ്പാറ്റയായി പറക്കുകയാണ്. അതുപോലെയാണ് പരിണാമത്തിൻ്റെ സ്വഭാവം മനുഷ്യ ജീവിതത്തിലുമുണ്ടെന്ന് ഈ കവിതയെ കവി ഓർമ്മിപ്പിക്കുന്നു. ഇപ്പോൾ വെറും ഒരു ചിത്രശലഭത്തിൻ്റെ ജീവിതമാണോ കവി പറയുന്നത്? അതല്ല. ഇതുപോലെ ഒരു മാറ്റത്തിൻ്റെ സ്വഭാവം മനുഷ്യൻ്റെ ജീവിതത്തിനുമുണ്ട് എന്ന് കവി ചിത്രശലഭത്തിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. രണ്ട് കൈയിലും മനോഹര ചിത്രങ്ങളും പിടിച്ചു പറന്നു നടക്കുന്ന പൂമ്പാറ്റകളെ ചിത്രകാരന്മാരോടും ചിത്രകാരികളോടുമാണ് കവി സാദൃശ്യപ്പെടുത്തുന്നത്. ഭൂമിയിൽ ചിത്രങ്ങൾ ഇല്ലാതിരുന്ന കാലത്തും അവർ തങ്ങളുടെ ചിത്രങ്ങളുമായി പറന്നു നടന്ന് എല്ലാവരെയും കാണിച്ചു. ഗുഹാചിത്രങ്ങളും ചുമർ ചിത്രങ്ങളും ആധുനിക ചിത്രങ്ങളുമെല്ലാം പിന്നീടാണ് വന്നത്. അൽപായുസുകളായ ചിത്രശലഭങ്ങൾ തങ്ങളുടെ വർണ്ണചിത്രങ്ങളുമായി എല്ലായിടത്തും പറന്നു നടന്നു. പുഴുക്കളായിരുന്ന കാലത്ത് അവയുടെ കയ്യിൽ ചിത്രങ്ങൾ ഇല്ലായിരുന്നു. വളർച്ചയുടെ ഒരു ഘട്ടത്തിൽ അവയ്ക്ക് മനോഹരമായ ചിത്രച്ചിറകുകൾ ഉണ്ടായി. അപ്പോൾ വൈരൂപ്യം സൗന്ദര്യമായി മാറി. പറന്നു നടക്കുന്ന ചിത്രശലഭങ്ങൾക്ക് പിമ്പെ ഓടി നടന്ന മനുഷ്യരുടെ ബാല്യകാലം കവി ഓർക്കുന്നു. കുട്ടികൾക്ക് ഏറെ ഇഷ്ടമാണ് പൂമ്പാറ്റകളെ. മനുഷ്യരും പൂമ്പാറ്റകളെ പോലെയാണ്. ബാല്യത്തിൽ അവർ വർണ്ണച്ചിറകുകളുമായി പാറിപ്പറന്ന് നടക്കുന്നു. വലുതാകുമ്പോൾ ചിറകുകൾ കൊഴിയുന്നു. പൂമ്പാറ്റ പുഴുവിനെ പോലെ ഇഴഞ്ഞു നടക്കുന്നു. അപ്പോൾ മനുഷ്യൻ്റെ ജീവിതവും പൂമ്പാറ്റയുടെ ജീവിതവും വിപരീത ദിശയിലാണല്ലേ കവി പറയുന്നത്. അങ്ങനെയാണ് എസ് ജോസഫ് എന്താണ് പറയുന്നത്? പൂമ്പാറ്റ എന്താണ്? പുഴുവിൽ നിന്ന്, അതായത് വൈരൂപ്യമാണല്ലേ. പുഴുവിനെ കാണാൻ ഒരു രസവും ഇല്ല, ഒരു ഭംഗിയും ഇല്ല. പക്ഷേ പിന്നീട് അങ്ങോട്ട് മാറ്റങ്ങൾ വന്നിട്ട് എന്തായി മാറുകയാണ്? നല്ല മനോഹരമായ വർണ്ണചിത്രങ്ങളുമായി ചിത്രശലഭങ്ങൾ പാറി പറന്ന് നടക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു ചിത്രശലഭത്തെ കാണുമ്പോൾ ഇങ്ങനെ പുഴുവായി കിടന്നൊരു കാലം ചിത്രശലഭത്തിനുണ്ടോ എന്ന് നമ്മൾ സംശയിച്ചു പോവുകയാണ്. പക്ഷെ മനുഷ്യൻ്റെ ജീവിതം നേരെ തിരിച്ചാണ്. ബാല്യകാലത്ത് പൂമ്പാറ്റകളെ പോലെ പാറി നടന്നു. എന്നാൽ വലുതാകുന്നോറും മാറ്റത്തിന് വിധേയമായി പല മാറ്റങ്ങളും സംഭവിച്ച് സ്വഭാവത്തിലും മാറ്റങ്ങൾ സംഭവിച്ച് പുഴുവിനെ പോലെയായി തീരുന്നു എന്നാണ് കവി പറയുന്നത്. ഇനി നമുക്കൊരു കഥാപാത്ര നിരൂപണം നോക്കാം. നോക്കേണ്ട, നീ നേടി നോക്ക്. ക്രിസ്റ്റിയുടെ അച്ഛൻ്റെ വാക്കുകളാണിവ. പരിമിതികളിൽ നിന്ന് സാധ്യതകളിലേക്ക് ഉയർന്നു വന്ന കലാകാരനാണ് ക്രിസ്റ്റി ബ്രൗൺ. അദ്ദേഹത്തിൻ്റെ ജീവിതം എങ്ങനെയാണ് നമുക്ക് പ്രചോദനമായി തീരുന്നത്? ക്രിസ്റ്റി ബ്രൗൺ പൂർണ്ണമായും ഒരു ചിത്രകാരനാണ്, എഴുത്തുകാരനാണ്, സെറിബ്രൽ
പാൾസി. എന്ത് രോഗമാണ്? സെറിബ്രൽ പാൾസി എന്ന രോഗം ജന്മനാ ബാധിച്ച ക്രിസ്റ്റിയുടെ ആത്മവിശ്വാസവും തൻ്റെ ഇടവും കലയുടെ ഉയരങ്ങളിൽ എത്തണമെന്ന അഭിലാഷവുമാണ് ലോകം അറിയുന്ന കലാകാരനായി അദ്ദേഹത്തെ വളർത്തിയത്. ക്രിസ്റ്റിയുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നതും ഈ സത്യങ്ങളാണ്. ക്രിസ്റ്റിക്ക് സമ്മാനം ലഭിച്ചു എന്നറിഞ്ഞ് പിതാവ് പറഞ്ഞ വാക്കുകൾ ക്രിസ്റ്റി ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ചതാണ്. പരിമിതികളിൽ നിന്ന് അനുകരണീയമായ സാധ്യതകളിലേക്ക് ക്രിസ്റ്റി ഉയർന്നു വന്നു. ഇതുതന്നെയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം മറ്റുള്ളവർക്ക് പ്രചോദനമാകുന്നത്. ഇത് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതാണ്. ഈ വീഡിയോയിൽ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്തത്? ഇമെയിൽ തയ്യാറാക്കേണ്ടത് എങ്ങനെയാണെന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ കിളി അയാളോട് സംസാരിക്കുന്ന എന്നതിനെക്കുറിച്ചൊരു സംവാദം സംഘടിപ്പിക്കാൻ, അത് നമ്മൾ ആ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തില്ല, അത് നമുക്കിപ്പോൾ ചെയ്യാം. കിളി അയാളോട് സംസാരിക്കുന്ന എന്ന കഥ അടിസ്ഥാനപ്പെടുത്തി ടെലിവിഷൻ്റെയും മറ്റു മാധ്യമങ്ങളുടെയും ഗുണദോഷങ്ങളെക്കുറിച്ച് ക്ലാസ്സിൽ ഒരു സംവാദം സംഘടിപ്പിക്കുക. അപ്പോൾ കിളി അയാളോട് സംസാരിക്കുന്ന എന്ന കഥയിൽ എന്താണ്? ദൃശ്യമാധ്യമങ്ങളുടെ അതിപ്രസരം അല്ലെങ്കിൽ ദൃശ്യമാധ്യമങ്ങളുടെ സ്വാധീനം മനുഷ്യ ജീവിതത്തിൽ എന്ന വിഷയത്തെക്കുറിച്ചാണ് എന്താണ് കിളി അയാളോട് സംസാരിക്കുന്ന എന്ന കഥയിൽ പറയുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് സംവാദം സംഘടിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിനോട് നമുക്ക് ഗുണവുമുണ്ട് അതിൻ്റെ ദോഷവും രണ്ടും നമ്മൾ എഴുതണം. ആദ്യം നമുക്ക് ഗുണങ്ങൾ എന്തൊക്കെയാണ്, ദൃശ്യമാധ്യമങ്ങൾ കൊണ്ട് നമ്മുടെ സമൂഹത്തിലുണ്ടാകുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പഠന സാമഗ്രികൾ കണ്ടെത്താൻ, പങ്കുവയ്ക്കാം, മികവുകൾ പ്രചരിപ്പിക്കാം, നമ്മുടെ പക്കലുള്ള ഉൽപ്പന്നങ്ങളോ സേവനങ്ങളോ വിറ്റഴിച്ച് വരുമാനമുണ്ടാക്കാം, പണം ഇടപാടുകൾ നടത്താം, വിനോദ പരിപാടികൾ ആസ്വദിക്കുക. ഇതൊക്കെ നമുക്ക് എന്താണ്? നമുക്ക് സോഷ്യൽ മീഡിയ കൊണ്ടുള്ള ഉപയോഗങ്ങളാണ്. പക്ഷേ നമുക്ക് ദോഷങ്ങൾ എന്തൊക്കെയാണ്? ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്, യാഥാർത്ഥ്യം തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നു, ജീവിത പ്രശ്നങ്ങളിൽ ശ്രദ്ധ തിരിയുന്നു, കുടുംബ ബന്ധങ്ങളിൽ വിള്ളലുണ്ടാക്കുന്നു, ചതികുഴിയിൽ പെടാൻ സാധ്യതയേറെ, സാമ്പത്തിക ബാധ്യതയുണ്ടാകുന്നു. ഇത്രയൊക്കെ കാര്യങ്ങളാണ്. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തത് ചോദ്യാവലിയാണ്, അതും നമ്മൾ ഡിസ്കസ് ചെയ്തു. പിന്നെ ഉപന്യാസം 2-3 നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിജീവനം കലകളിലൂടെയാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തത്. പിന്നെ നമ്മൾ ഒരു നിരീക്ഷണക്കുറിപ്പ്, അതേപോലെ എൻ്റെ ഭാഷയെക്കുറിച്ച് ഒരു ആസ്വാദനക്കുറിപ്പ് എഴുതി. അതേപോലെ ചലച്ചിത്ര ഗാനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാനാവാത്തത്, അതിനെക്കുറിച്ചൊരു പ്രതികരണക്കുറിപ്പ് നമ്മൾ പഠിച്ചു. അതേപോലെ 2 ഉപന്യാസമാണ് കുട്ടികളും ദൃശ്യമാധ്യമങ്ങളും, അതിനെക്കുറിച്ച് നമ്മൾ പഠിച്ചു. പിന്നെ അതിന് മുമ്പുള്ള വീഡിയോയിലുള്ളതാണ് ക്ഷണക്കത്ത്, ഉപന്യാസം, മാതൃഭാഷയുടെ പ്രാധാന്യം, വിശകലനക്കുറിപ്പ്, അതേപോലെ കഥാപാത്ര നിരൂപണം. നമ്മൾ കഥാപാത്ര നിരൂപണം ഇതിൽ പഠിച്ചത് മീനോളം എന്ന നാടകത്തിലെ അമ്മ മീനിനെ കുറിച്ചാണ്. കുഞ്ഞുമീനെ കുറിച്ച് നിങ്ങളെല്ലാവരും ആ പാഠഭാഗത്ത് പഠിച്ചാണ്. അമ്മ മീനിനെ കുറിച്ചാണ് ഇത് നമ്മൾ പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് 3 ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്തത്. ഇനി നമുക്ക് ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ട് ഒന്ന് ഡിസ്കസ് ചെയ്യാനും. സമഗ്ര പബ്ലിഷ് ചെയ്തൊരു ചോദ്യ പേപ്പറുണ്ട്, അത് ഇതുവരെ ഡിസ്കസ് ചെയ്തിട്ടില്ല, അതും നമുക്ക് ഡിസ്കസ് ചെയ്യാം. കൂടാതെ വേറൊരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും കൂടി ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്തൊക്കെ ഒരു ലൈക്ക് എല്ലാവരും ഇടാനും മറക്കരുത്. താങ്ക് യു.